ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന റീൽസ് മാത്രം നോക്കി നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യരുത്. പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണ് 1.5 ലാഖിൽ MBBS പഠിച്ചിറങ്ങാൻ പറ്റുമെന്നുള്ളത്. ഇതൊരു ഫാൻസി വേർഡാണ്. അങ്ങനെ അവസാനം അത് മാനേജ് ചെയ്യാൻ കഴിയാതെ ഡ്രോപ്പ് ചെയ്യുന്നവരും ഉണ്ട്. ഹായ്, ദിസ് ഈസ് സുൽഫി, 4th ഇയർ MBBS സ്റ്റുഡൻറ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അബ്രോഡ് MBBS സ്കാം എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടോ? ഞാനിവിടെ ഉസ്ബെക്കിസ്ഥാനിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം മനസ്സിലാക്കിയ കുറച്ച് ഷോക്കിംഗ് ട്രൂത്ത് ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് മുഴുവനായിട്ട് കാണുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്നത്? നീറ്റിൽ നല്ല സ്കോർ എടുത്തിട്ടും ഇന്ത്യയിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിലൊക്കെ എബോവ് 1 CR കൊടുത്ത് പഠിക്കേണ്ടെന്ന് കരുതിയിട്ട്. എന്നിട്ട് ഈ ഏജൻസി പറഞ്ഞിട്ടും കൺസൾട്ടൻസി പറഞ്ഞിട്ടും നിങ്ങൾ അബ്രോഡ് തിരഞ്ഞെടുക്കുന്ന കോളേജ് വെർത്താണോ? നിങ്ങളുടെ ആ ഡിഗ്രി വാല്യൂഡ് ആണോ? എങ്ങനെ നിങ്ങളത് മനസ്സിലാക്കും? എങ്ങനെ നമ്മൾക്ക് നല്ലൊരു കോളേജ് ചൂസ് ചെയ്യാൻ കഴിയും? നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് ആണ് WHO ഓർ WDOMS, ECFMG, WFME ഈ അഗ്രിഡേഷനൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗൂഗിൾ കയറി ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് NMC ഗൈഡ് ലൈൻസ്. എന്താണ് NMC? നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് NMC. അബ്രോഡ് MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് NMC കുറച്ച് ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യാവുള്ളൂ. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് നീറ്റ് ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി. നീറ്റ് പാസ്സാവാതെ നിങ്ങൾ അബ്രോഡ് MBBSനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. ബിക്കോസ് നീറ്റ് പാസ്സാവാതെ നിങ്ങൾ അബ്രോഡ് MBBS എടുത്താൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോയി FMG അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. FMG ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് റിയാലിറ്റി. FMG എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ചില കൺസൾട്ടൻസി നിങ്ങളോട് പറയും നീറ്റ് ഇല്ലാതെ അബ്രോഡ് പോയി നിങ്ങൾക്ക് MBBS എടുക്കാം. MBBS എടുത്തു കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരണമെങ്കിൽ UK, USA പോലുള്ള കൺട്രീസിൽ PG എടുത്താൽ അത് കഴിയുമെന്ന്. പക്ഷേ UK, USA പോലുള്ള കൺട്രീസിൽ PG എടുക്കണമെങ്കിൽ അവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. ആ എക്സാമിൻ്റെ ഫീ തന്നെ 8 to 10 lakh വരും. പക്ഷേ ആ എൻട്രൻസ് എക്സാം അത്ര ഈസി അല്ല. എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് പാസ്സാവാൻ കഴിയുന്ന ഒരു എക്സാം അല്ല അത്. FMGയെ കാട്ടിലും പാടായിരിക്കും. കോഴ്സ് ഡ്യൂറേഷൻ മിനിമം 54 months വിത്ത് 1 year ഇന്റേൺഷിപ്പ്. MBBS ഡിഗ്രി കോഴ്സ് നാട്ടിൽ പഠിക്കുമ്പോൾ നമുക്ക് വരുന്നത് 4.5 year തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ് വിത്ത് 1 year ഇന്റേൺഷിപ്പ് ആണ്. എങ്കിൽ അത് അബ്രോഡിലേക്ക് വരുമ്പോൾ 5 year കോഴ്സ് പ്ലസ് 1 year ഇന്റേൺഷിപ്പ്. ദാറ്റ് മീൻസ് 54 months നിങ്ങൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ് പഠിക്കണം. അത് കൂടെ തന്നെ 1 year ഇന്റേൺഷിപ്പും നിങ്ങൾ ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന സെയിം കോളേജിലായിരിക്കണം. അല്ലാതെ കോഴ്സ് ഒരു കോളേജിൽ, ഇന്റേൺഷിപ്പ് വേറൊരു കോളേജിൽ ചെയ്താൽ അത് വാലിഡ് ആയിരിക്കില്ല. അതുപോലെ തന്നെ അബ്രോഡ് MBBS 4 year MD പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ചില യൂണിവേഴ്സിറ്റീസ് എനിക്കറിയാം. അങ്ങനെ ടൈം ഡ്യൂറേഷൻ കുറവെന്ന് കണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയാൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ വന്ന് FMG ക്ലിയർ ചെയ്യാനും കഴിയില്ല, നാട്ടിൽ വർക്ക് ചെയ്യാനും പറ്റില്ല. ഇതാണ് റിയാലിറ്റി. അതുപോലെ തന്നെ അബ്രോഡ് MBBS പ്രോഗ്രാമിൽ 6 year ഇന്റേൺഷിപ്പ് ടൈമിൽ ചില കൺസൾട്ടൻസി നിങ്ങളോട് പറയും നിങ്ങൾക്ക് ആ ടൈമിൽ സ്റ്റൈഫൻഡ് കിട്ടുമെന്ന്. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരു സ്റ്റൈഫൻഡ് ഉണ്ടാവില്ല. ഇവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസിന് സ്റ്റൈഫൻഡ് കിട്ടും, ബട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സ്റ്റൈഫൻഡ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ മീഡിയം ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ആയിരിക്കണം. ഇന്ത്യ വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. സോ സ്റ്റുഡൻസിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. കാരണം നമുക്ക് പഠിക്കുന്നത് മനസ്സിലാവണമല്ലോ. സോ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കണം നമ്മളവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. എനിക്ക് ഒരു ചില കോളേജസ് അറിയാം ഇതുപോലെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഒക്കെ ക്യാൻസൽ ആവുന്നത്. പക്ഷെ അവിടെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് ലാംഗ്വേജ് പ്രോബ്ലം ആണ്. ലോക്കൽ ടീച്ചേഴ്സിന് മോസ്റ്റ് ഓഫ് ദം ദേ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ പഠിപ്പിക്കുന്ന ലോക്കൽ ടീച്ചേഴ്സ് എല്ലാവരും IELTS ക്ലിയർ ചെയ്തിട്ടുള്ളവരാണ്. സോ നമുക്ക് ഇവിടെ ക്ലാസ്സിന് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഓരോ ഇയർ NMC ഓരോ പുതിയ റൂൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. സോ ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഫോറിൻ ലൈസൻസ് എലിജിബിലിറ്റി, അതായത് നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് നമുക്ക് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് തിരിച്ച് നാട്ടിൽ പോയി വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ചില കൺട്രീസിൽ ഈ ലൈസൻസിങ് എക്സാം അവരുടെ ലോക്കൽ ലാംഗ്വേജസിലായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. ആ ലാംഗ്വേജ് പഠിച്ച് എക്സാം ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അങ്ങനെ ഒരുപാട് പേര് ഫെയിൽ ആവുന്നുണ്ട്. എങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അങ്ങനെ ഒരു ലൈസൻസിങ് എക്സാം വരുന്നില്ല. നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈസൻസും കിട്ടുന്നുണ്ട്, രജിസ്ട്രേഷനും കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ലൈസൻസിങ് എക്സാമിനെ പറ്റിയോ ലൈസൻസിനെ പറ്റിയോ നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തരുന്നുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നോക്കിയിട്ടേ നിങ്ങളൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കാവുള്ളൂ. ഈ കാര്യങ്ങളൊന്നും നോക്കാതെ ചില പോപ്പുലർ ആയിട്ടുള്ള കൺട്രീസും കോളേജസും മാത്രം നോക്കി അഡ്മിഷൻ എടുത്ത് അവിടെ ചെന്നിട്ട് ഈ എക്സാമിനെ ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റാതെ സെംബാക്കുമായി വരുന്ന ട്രാൻസ്ഫർ എടുത്ത് വരുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. സോ ഈ ട്രാൻസ്ഫറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്കമിങ് ഡേയ്സിൽ ചെയ്യുന്നതായിരിക്കും.
ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആ കൺട്രിയിൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. ഡോക്ടർ ആവണമെന്ന് ഡ്രീമുള്ള പല സ്റ്റുഡൻസിനും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം അബ്രോഡ് ഒരു ഹോപ്പായി മാറുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന റീൽസ് മാത്രം നോക്കി നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കോളേജ് മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാവുള്ളൂ. കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്. 1 2 വർഷമല്ല, നീണ്ട 6 വർഷമാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റിവെക്കുന്നത്. സോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി മാത്രമേ നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യാവുള്ളൂ. നിങ്ങൾ ആര് ത്രൂ ഫോറിൻ കോളേജിൽ അഡ്മിഷൻ എടുത്താലും കോളേജ് സൈഡിൽ നിന്ന് ഒരു ഒഫീഷ്യൽ ഡീറ്റെയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ കിട്ടണം. അതിലും ഒരുപാട് സ്കാം നടക്കുന്നുണ്ട്. ഫേക്ക് ലെറ്റർ സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്ത് അയക്കുന്നവരും ഉണ്ട്. സോ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫീസ് സ്ട്രക്ചർ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണ്. 1.5 ലാഖിൽ MBBS പഠിച്ചിറങ്ങാൻ പറ്റുമെന്നുള്ളത്. ഇതൊരു ഫാൻസി വേർഡാണ്. ഈ ഫാൻസി വേർഡ് കേട്ടിട്ടാണ് ഒരുപാട് പേര് അഡ്മിഷൻ എടുക്കുന്നതും. ബട്ട് അത് ഈ അഡ്മിഷൻ കോഴ്സിൻ്റെ ഒരു സെം ഫീസ് മാത്രമേ ആവുന്നുള്ളൂ. ഇത് ഭയങ്കര ചീപ്പാണ്, അഫോർഡബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുന്നവർ എല്ലാ വർഷവും വിസ, രജിസ്ട്രേഷൻ, ഹോസ്റ്റൽ, മെസ്സ്, പേഴ്സണൽ എക്സ്പെൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതൊക്കെ മാക്സിമം എല്ലാ കൺസൾട്ടൻസീസും പറഞ്ഞു തരേണ്ടതാണ്. ഇൻ കേസ് പറഞ്ഞു തന്നില്ലെങ്കിൽ ഇത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാട്ടിലൊരു ഫീസ് സ്ട്രക്ചറും അബ്രോഡ് എത്തിക്കഴിയുമ്പോൾ വേറൊരു ഫീസ് സ്ട്രക്ചറും കാണിക്കുന്നവരും ഉണ്ട്. സോ ഇതൊക്കെ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ തിരക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ വരുന്നതിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളാണ്. ബിക്കോസ് ഗോൾഡ് പണയം വെച്ചോ ലാൻഡ് സെയിലാക്കിയോ മെയിനായിട്ട് ലോണിൽ വരുന്നവർക്ക് അവർ കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് വരും. അങ്ങനെ അവസാനം അത് മാനേജ് ചെയ്യാൻ കഴിയാതെ ഡ്രോപ്പ് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്ത് വരുന്ന കുട്ടികൾക്ക് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ ഫീസ് സ്ട്രക്ചറാണ് ഷെയർ ചെയ്യുന്നത്. സോ കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ പറഞ്ഞ ഫീസ് ഡയറക്റ്റ് അവർക്ക് യൂണിവേഴ്സിറ്റിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പേ ചെയ്യാൻ കഴിയും. ഇതുപോലൊരു സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്കൊരു ഫീസിൻ്റെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരില്ല. നീറ്റ് ആൻഡ് അബ്രോഡ് MBBSനെ പറ്റിയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. സോ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ എഫേർട്ടിന് ഒരു ലൈക്ക് ചെയ്തേക്ക്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. MBBS എടുക്കണം, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനോ കസിൻസിനോ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും. സോ അവർക്കിത് ഷെയർ ചെയ്യണം. സോ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.